ഹലോ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7th ഇക്കായി 3 ഒരു എക്കാക്കിയാണ്. ജറൂരി ഖുറാക്ക്. ബൽറാം അഗർവാൾ ആണ് ഇതിന്റെ റൈറ്റർ. ജറൂരി ഖുറാക്ക് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള ആഹാരം ഒരർത്ഥത്തിലാണ്. ഖുറാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ശരീരത്തിന് ആവശ്യമല്ലേ, അർത്ഥത്തിലാണ് ഖുറാക്ക് എന്ന് പറയും. പ്രിയ ദർശക്കും, അപ്പോ ഇതൊരു കർട്ടൻ സീൻ ആണ് കാണിക്കുന്നത്. കക്ഷാ 7B द्वारा प्रस्तुत कर लिया जा रहा बलराम अग्रवाल का बाल एकांकी जरूरी खुराक ആണിത്. ഓക്കെ, അപ്പോൾ സീനാണ് ഇത് കാണിക്കുന്നത്. ചിത്രമേ ക്യാ ക്യാ ഹോ രഹേ ഹേ, ചിത്രത്തില് എന്തൊക്കെയാ നടക്കുന്നത്, ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നത്. ആപ്കോ കോൺ സാ കാര്യക്രം പസന്ദ് ഹേ, നിങ്ങൾക്ക് എന്താണ് ഏത് കാര്യക്രമാണ് ഇഷ്ടം ചോദിക്കും. കാര്യക്രം എന്ന് വെച്ചാൽ ടെലിവിഷനകത്ത് വരുന്ന പ്രോഗ്രാമാണ്, ടിവിക്ക് വരുന്ന ടിവിയിൽ വരുന്ന പ്രോഗ്രാമിനെ പറയാ കാര്യക്രം പസന്ദ്. പാത്രമുണ്ട്. ഓക്കെ, ക്യാരക്ടേഴ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്ന ലടക്ക 1 ഹിന്ദി സമാചാർ പത്ര, ലड़की शिवानी, लड़का अंकित, लड़का शुभम, लड़की 2 टेलीविजन समाचार वाचिക, मम्मी पापा. ഇതാണ് ഇവിടുത്തെ കഥയ്ക്കകത്തുള്ള कैरेक्टर्स. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविजन में कोई कार्यक्रम देख रहे हैं. घर के ड्राइंग रूम में, വീടിന്റെ ഡ്രോയിങ് റൂമിനകത്ത് बैठे ഇരുന്നിട്ട് अंकित और शिवानी, अंकितും शिवानी എന്ന് പറഞ്ഞ രണ്ടുപേര് ടെലിവിഷൻ മേ കോയി കാര്യക്രം ദേഖ് രഹേ ഹേ, ടിവിക്കകത്ത് കോയി എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുവാണ്. ബാഹർ സെ ശുഭം ആത്താ ഹേ, ബാഹർ എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് ശുഭം എന്ന് പറഞ്ഞ കുട്ടി കേറി അകത്തോട്ട് വരുന്നു. और मेज पर से मेज എന്ന് പറയുമ്പോൾ ടേബിൾ पर से റിമോട്ട് ഉഠാക്കർ, റിമോട്ട് എടുത്തിട്ട്, ഉഠാക്കർ എന്ന് പറയുമ്പോൾ എടുത്തിട്ട് ടെലിവിഷൻ का चैनल बदलने लगता है, ടെലിവിഷന്റെ ചാനൽ മാറ്റാൻ തുടങ്ങും. अंकित और शिवानी उस पर चिल्ला उठते हैं, अंकिതും ശിവാനിയും അവന്റെ മേത്ത് ഉറക്കെ ഒച്ച വയ്ക്കും. കാരണം അത് ഉള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും. ആരെങ്കിലും വരുമ്പോൾ എല്ലാവരും അവനാന്റെ കാര്യങ്ങളൊക്കെ കാണുന്നത്. अंकित और शिवानी एक साथ चीखते, अंकिതും ശിവാനിയും ഒരുമിച്ച്, एक साथ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് चीखते हैं, ചീഖ്ന എന്ന് പറയുമ്പോൾ ഓളിടുക, അങ്ങനെ ഉറക്ക പേര് വിളിക്കുക, ശുഭം. ഓക്കെ, അപ്പോ രണ്ടുപേരും ഉറക്ക വിളിക്കും. ശുഭം ചോദിക്കും ക്യാ ഹുവാ, എന്ത് പറ്റി? ശിവാനി ഹുവാ തേരാ സർ, അപ്പൊ ഇങ്ങനെ മലയാളത്തിൽ അത് പറയുമ്പോൾ നമ്മൾ പറയും നിന്റെ തല എന്ന് പറയില്ല, അതേപോലെ ഹുവാ തേരാ സർ, हम दो लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है. അപ്പൊ ഇവര് പറയും हम दो लोग, ഞങ്ങൾ രണ്ടുപേരും, ജബ് പെഹലെ സേ ഹി, ആദ്യമേ, പെഹലെ സേ ഹി എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹേ, ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുവാണ്. तो तू ചാനൽ ക്യോं ബദൽ रहा है, അപ്പൊ നീ എന്തിനാണ് ചാനൽ മാറ്റുന്നേ. ബദൽന മീൻസ് മാറ്റുക. ഓക്കെ, ശുഭം इसलिए कि तुम लोग को कभी कभी यह भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहा है. അപ്പൊ ശുഭം പറയും इसलिए कि, എന്തുകൊണ്ട് ഞാൻ ചാനൽ മാറ്റുന്നേ, തും ലോഗോं को, നിങ്ങൾക്ക് കഭി കഭി, ചിലപ്പോഴൊക്കെ യഹ് ബി ജാൻ ലേനാ ചാഹിയെ, ഇതും അറിഞ്ഞിരിക്കണം, कि ബാക്കി ദുനിയ में क्या हो रहा है, ബാക്കി പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അതും നിങ്ങളെ എപ്പോഴെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ചാനൽ മാറ്റുന്നത്. കാര്യം ഇവര് ടോം ആൻഡ് ജെറി കാണുക എന്നല്ലോ, എല്ലാവർക്കും അറിയുന്ന ടോം ആൻഡ് ജെറി ചുമ്മാ പിള്ളേരുടെ കാർട്ടൂണാണ്. अंकित उन सबके लिए तू तो है ना मेरे भाई, तू अखबार पढ़कर हमें बता दिया कर. उन सबके लिए, ആ ലോകത്തെ കാര്യങ്ങൾ അറിയാൻ നീ ഉണ്ടല്ലോ എന്ന് പറയും. तू तो है ना मेरे भाई, നീ ഉണ്ടല്ലോ എന്റെ ചേട്ടാ എന്ന് പറയും. നീ അഖബാർ പഠിക്കർ ഹമേ ബത്താ ദിയാ കരെ, തും അഖബാർ പഠിക്ക, അപ്പൊ നീ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാ മതി എന്ന് പറയും. ശിവാനി ഹാ ശരിയാ, और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे, या रिमोट हमें पकड़ा और बाहर का रास्ता ना. അപ്പൊ ശിവാനി പറയും और अच्छे बच्चे की तरह, ഒരു നല്ല കൊച്ചിന്റെ പോലെ
ടോം ആൻഡ് ജെറി ഒന്നില്ലെങ്കിൽ ടോം ആൻഡ് ജെറി ലഗാതെ എന്ന് പറയുമ്പോൾ ടോം ആൻഡ് ജെറിയുടെ ചാനൽ വെക്കുക, അല്ലെങ്കിൽ റിമോട്ട് ഹമേ പക്കടാ ഓർ ബാഹർ കാ റസ്താന, അല്ലെങ്കിൽ റിമോട്ട് ഞങ്ങൾക്ക് ഹമേ പക്കടാന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തരണേന്നാണ് പക്കടാന എന്ന് പറയാ, ബാഹർ കാ റസ്താന വെളിയിലേക്കുള്ള വഴി നോക്കാൻ പറയും. ബാഹർ കാ റസ്താന അപ്ന എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ അങ്ങനെ ഇതിൽ പറയുന്നതാണ്. शुभम, कभी कभी न्यूज या डिस्कवरी या दूसरे चैनल भी देखते रहना चाहिए. कभी कभी ചിലപ്പോ ഒക്കെ ന്യൂസോ ഡിസ്കവറി ചാനലോ അല്ലെങ്കിൽ ദൂസരെ ചാനൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ കാണണം, നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. अंकित, दूसरे चैनल माई फुट, വേറെ ചാനൽ माई फुट, लिखाई पढ़ाई से थके मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए नहीं. അപ്പൊ പറയും ലിഖായി പഠായി സെ थके, എഴുതിയും വായിച്ചും പഠിച്ചും മടുത്തിരിക്കുന്ന, थकना എന്ന് പറയുമ്പോൾ മടുത്തിരിക്കുന്ന മേര ദിമാഗ്, എന്റെ ബുദ്ധിക്ക്, എന്റെ ബ്രെയിനിന് ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ വല്ല കാർട്ടൂൺ കണ്ടിട്ട് കണ്ടാ മതി എന്ന് പറയും. इसके अलावा दूसरा कुछ नहीं चाहिए, ഇതല്ലാതെ വേറെ എനിക്കൊന്നും വേണ്ട, കാരണം പഠിച്ച് എഴുതി മടുത്ത് കഴിഞ്ഞപ്പോ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോം ആൻഡ് ജെറി കാണുന്നത്, വേറെ എനിക്കൊന്നും കാണണ്ടെന്ന് പറയും. ശുഭം, यानी कि तुम्हें उस खुराक की जरूरत है जो पापा ने कल मम्मी को पिलाई थी. അപ്പൊ ശുഭം പറയും, അപ്പൊ നിനക്ക് ആ ഖുറാക്ക് എന്ന് പറയുമ്പോൾ മരുന്ന്, എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ അർത്ഥത്തിലാണ് പറയുന്നത് ഖുറാക്ക് എന്ന് പറയുന്നത്. ആ കി ജറൂരത്ത് ഹെ, ആ ഖുറാക്കിന്റെ ആവശ്യമുണ്ട്, ആ മരുന്നിന്റെ ആവശ്യമുണ്ട്. ജോ പാപ്പാനേക്കാൾ മമ്മിക്കോ പിലായി തീ, പപ്പ അമ്മയ്ക്ക് കൊടുത്ത മരുന്ന് നിനക്കും ആവശ്യമുണ്ടെന്ന് പറയും. अंकित और शिवानी आश्चर्य के से एक साथ मम्मी को खुराक, അപ്പൊ അമ്മയ്ക്ക് മരുന്നോ അല്ലെങ്കിൽ എന്താ അങ്ങനെ പൊടിമരുന്നോ എന്താ കൊടുത്ത്? ശുഭം, ഹാ ശിവാനി കുൽക്കർ ബത്താദ്ന. അപ്പൊ ശിവാനി പറയും ശരിക്ക് കാര്യം പറയാൻ പറയും, തുറന്നു പറയാൻ പറയും. ശുഭം, കുൽക്കർ ലോ സുനോ. അപ്പൊ പറയും കേക്ക്. പ്രകാശ് व्यवस्था के माध्यम से दृश्य बदलता है. ओके, सीन മാറുന്നു. सोफे पे बैठी मम्मी कोई टीवी सीरियल देखने में मस्त है. അപ്പൊ ഇതത്തെ സീൻ മാറിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുവാണ്, കാരണം അപ്പൊ കഥ പറയാണല്ലോ. അപ്പൊ മമ്മി ടി വി സീരിയൽ देखने में मस्त है, അമ്മ ടി വി സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है, जिसमें पता चलता है कि वह सीरियल को विभोर होकर देख रही है. അപ്പോൾ बीच बीच में ഇടയ്ക്കിടയ്ക്ക് कभी गुस्से के तो कभी प्रसन्नता के, ചിലപ്പോൾ ദേഷ്യത്തിലിരിക്കുന്നു, ചിലപ്പോൾ प्रसन्नता के भाव, so സന്തോഷത്തിലിരിക്കുന്നു, दिखाती है. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? जिससे पता चलता है कि, ഇത് കാണുമ്പോ ഈ അമ്മേനെ കാണുമ്പോ എന്താ മനസ്സിലാവണേ? ഇവ സീരിയലിന്റെ അകത്ത് ഫുള്ളായിട്ട് അവള് അതിനകത്ത് കയറിപ്പോയി, സീരിയൽ കണ്ടുകൊണ്ടിരുന്ന് അതിന് കയറിപ്പോയി. അതിനകത്ത് ദുഃഖം വരുമ്പോ പുള്ളിക്കാരി വിഷമിക്കുന്നു, അതിനകത്ത് സന്തോഷം വരുമ്പോ സാരാ ദൃശ്യ മോൻ പൂർവക് ചൽ റാ, ഇതെല്ലാം മോൻ പൂർവകാണ്, കാരണം ആരും സംസാരിക്കുന്നില്ല, അവരെ അമ്മ ഇരുന്ന് ടി വി കാണുവാണ്, സീരിയൽ കാണുവാണ്. ഹിന്ദി സമാചാർ പത്ര കെ रूप में लड़का बोलता हुआ मंच पर एक और से दूसरी ओर गुजरता है. അപ്പോ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ചെറുക്ക നടന്നുകൊണ്ടിരിക്കുക. जापान में जबरदस्त भूकंप, हजारों लोग की मौत, करोड़ों की संपत्ति का नुकसान. അപ്പോ ഈ എന്താ പറയാ, ഈ കൊച്ചു, ആദ്യത്തെ കൊച്ച് സീനിനകത്ത് കൊച്ചു പറയുന്നു, ജപ്പാനില് ഭൂകമ്പം വന്നു, എർത്ത് ക്വേക്ക് വന്നു, ഹസാറോ ലോക് കി മൗത്ത്, 10,000 ആൾക്കാര്, 10,000 അല്ല ഹസാറോ എന്ന് പറയുമ്പോ 1000-ഓളം ആൾക്കാർ മരിച്ചു. കരോടോ കി സമ്പത്തി കാ നുക്സാൻ, കുറെ ആൾക്കാരുടെ സമ്പത്തിന്റെ നഷ്ടം വന്നു, നുക്സാനാണെന്ന് നഷ്ടം വന്നു. अंग्रेजी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर को गुजर जाता है. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ന്യൂസ് വായിച്ചോണ്ട് പോയി പുള്ളിക്കാരി ഇവിടെ നിന്ന് സിനിമ കാണും. അപ്പം രണ്ടാമത്തെ ആള്, massive earthquake hit Japan, about 400 people are dead and 500 missing, heavy loss of national property. അപ്പോൾ ഇത് ഇംഗ്ലീഷില് പറഞ്ഞു നടക്കും. മാസീവ് എർത്ത് ക്യൂക്ക് ഹിറ്റ് ജപ്പാനിനകത്ത് വലിയൊരു എർത്ത് ക്യൂക്ക് വന്നു, 400 പീപ്പിൾ മരിച്ചു, പിന്നെ 500 മിസ്സിങ്, പിന്നെ ഹെവി ലോസ് ഇൻ നാഷണൽ പ്രോപ്പർട്ടി, കാശിന് കുറെ നഷ്ടങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ. അത് കഴിഞ്ഞിട്ട് ഹിന്ദി സമാചാർ പത്ര 2 के रूप में लड़की. അപ്പോ लड़की ആദ്യം വരുന്നു, बोलती हुई मंच के निचले सिरे से ऊपरी सिरे की ओर गुजरती है. ഇതെങ്ങനെ വായിക്കും അവര്.
आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया. ഇന്ന് രാവിലെ लगभग 5 മണിക്ക് ജപ്പാനിലെ ടോക്കിയോ ഷഹറിലെ ജബർദസ്ത് earthquake വന്നു. भूकंप के कारण तबाह हो गया. तबाह हो गया ना നഷ്ടം വരിക, നശിച്ചു പോവുക. कितनी ही इमारतें जमीन में धस गई. कितनी ही എത്രത്തോളം ഇമാരത്തെ വീടുകൾ ജമീൻ में धस गई. മണ്ണിന്റെ അകത്തോട്ട് ഇറങ്ങി മണ്ണിന്റെ അകത്തോക്ക് പോണവരാണ് ധസ് ഗയി എന്ന് പറയുമ്പോ. ഹസാറോ ലോഗ് മൽബെ കെ നീച്ചെ ദബേ പടേ ഹെ. ആയിരത്തോളം ആൾക്കാര് ഈ ഇടിഞ്ഞ സാധനങ്ങളുടെ അതിന്റെ ഇതിന്റെ ഒക്കെ കീഴേ ഉണ്ടെന്ന് പറയും. നീച്ചെ ദബേ പടേ. അതിന്റെ താഴെ ഭൂകമ്പം വരെ നമുക്കറിയാമോ, ആൾക്കാരെ മേത്തൊക്കെ ഇതെല്ലാം വീഴും. ഇസി ബി പാപ്പ ക മഞ്ച് മേ പ്രവേശ്. ഈ ഇതിങ്ങനെ നടന്നു തുടങ്ങിയുമ്പോ പാപ്പ അവരുടെ വീട്ടിലെ പാപ്പയുടെ എൻട്രിയാണ് ഈ സ്റ്റേജിലോട്ട്. कोने में रखे टेलीविजन के सामने रखी मेज पर से റിമോട്ട് ഉട്ടാക്കർ ചാനൽ ബദലने लगता है. അപ്പോ ഈ മനുഷ്യൻ എന്താ ചെയ്യുക, അകത്തോട്ട് കയറി വരുമ്പോ കോനെ മേ രഖ്യ ടെലിവിഷൻ കെ സാമനെ, കോന എന്ന് പറയുമ്പോൾ മുക്കിലിരിക്കുന്ന ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്ന രഖി മേസ് പർസെ, മേസ് എന്ന് പറയുമ്പോ ടേബിളിൽ നിന്ന് റിമോട്ട് ഉട്ടാക്കർ, റിമോട്ട് എടുത്തിട്ട് ചാനൽ ബദലने लगते हैं, ചാനൽ മാറ്റാൻ തുടങ്ങും ഈ വീട്ടിലെ അച്ഛൻ മമ്മി. ബക്കാക്കർ ഗുസ്സേ മേ എണ്ണിപ്പറക്കിക്കൊണ്ട് ഉറക്കെ പറയും, അരെ അരെ യേ ക്യാ കർ രഹേ ഹോ, അരെ അരെ എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു വേർഡ്സിന്റെ മുമ്പേ പറയുന്നതാണ്, ഓ മനുഷ്യ ഇതെന്താ ചെയ്യുന്നേ ചോദിക്കും. പാപ്പ ന്യൂസ് ചാനൽ പർ ലഗാ രഹാ ഹൂം, ന്യൂസ് ചാനൽ വെക്കാൻ പോവാന്ന് പറയും. മമ്മി ഹേ ഭഗവാൻ ഇതിന് ചിടിക്കോ ഹേ ആപ്പോ, എന്റെ ദൈവമേ നിങ്ങൾക്ക് മനോരഞ്ജൻ എന്ന് പറയുമ്പോ എന്റർടൈൻമെന്റ് ചാനലുകൊണ്ട് ഇത്തിരി ചിടിക്കോ ഹേ, എന്താ നിങ്ങൾക്ക് ഇത്രയും വെറുപ്പ് എന്ന് ചോദിക്കും ഈ മനുഷ്യനോട്. റിമോട്ട് സെ ചാനൽ ബദൽത്തെ ഹുए നിഠല്ല नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ोगी तुम. പറയും ഈ റിമോട്ട് സേ ചാനൽ ബദൽത്തെ ഹുए, റിമോട്ട് കൊണ്ട് ചാനലിനെ ചേഞ്ച് ചെയ്തിട്ട് പറയും നിഠല്ല. നിഠല്ല എന്ന് പറയുമ്പോ ഒരു ഉപകാരം ഇല്ലാത്ത, നക്കാര ബുദ്ധി. നിഠല്ല എന്ന് പറയുമ്പോ ഒരു 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 ഗുണമില്ലാത്ത, നക്കാര ഒരു ആവശ്യമില്ലാത്ത, ബുദ്ധിഹീന ബുദ്ധിയില്ലാത്ത, പനാഡാലിനെ വാലെ അങ്ങനെ മനുഷ്യനെ ആക്കി തീർക്കുന്ന ഈ ചാനലോं को മനോരഞ്ജൻ ചാനലിനെ സമജ്ന പത്താ നഹി കബ് ഛോഡോഗി തും. അപ്പോ निठल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना പത്താ നഹി കബ് ഛോഡോഗി. അപ്പൊ ഈ മനുഷ്യനെ വിഡ്ഢിയാക്കിയിട്ട്, മനുഷ്യനെ പൊട്ടന്മാരാക്കിയിട്ട്, ബുദ്ധി ഇല്ലാണ്ടാക്കുന്ന ഈ സീരിയലും കണ്ടിരിക്കുന്ന ഈ എന്റർടൈൻമെന്റ് ചാനല്, ഇത് എന്റർടൈൻമെന്റ് ചാനലാന്ന് നിനക്ക് എന്നാണിത് നിനക്ക് മനസ്സിലാവുക എന്ന് പറയും. ഇത് എന്റർടൈൻമെന്റ് ചാനൽ അല്ല എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു പൊട്ട ചാനലാന്ന് നിനക്ക് എന്നാ മനസ്സിലാവാന്ന് ഈ മനുഷ്യൻ ചോദിക്കും. അപ്പോ 51 पर लगा वो न्यूज चैनल, 51 के बाद ही है सारे नाश कर दिया सारे सीरियल. അപ്പൊ പറയും 51 पर लगा, 51ന്റെ 51 വെക്കാൻ പറയും, ചാനൽ 51 വെക്കാൻ പറയും. ന്യൂസ് ചാനൽ 51 के बाद है ഓഫ് ചാനൽ 51 നമ്പറിന് കഴിഞ്ഞിട്ടുള്ളതാണ്. നാശ് കർ ദിയ സാരെ സീരിയൽ കോ, മുഴുവൻ സീരിയൽ നശിപ്പിച്ചു എന്ന് പറയും, അതിന്റെ എല്ലാ രസം നശിപ്പിച്ചു. പാപ്പ ന്യൂസ് ചാനൽ പਹੁंचाते हैं. അപ്പൊ പാപ്പ ന്യൂസ് ചാനൽ വെക്കും. ഈ ചിത്രം കണ്ടറിയാം നമുക്ക്. പാപ്പയും മമ്മി ഇരിക്കുന്നു, മമ്മി സോഫയിൽ ഇരിക്കുന്നു, പപ്പ ഇരിക്കുന്നു, രണ്ടുപേരും ടി വി കാണുന്നു. समाचार वाचिका हमें समाचार. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई और ट्रांसफॉर्मर टूट गया, टावर्स टूट गया. അപ്പൊ पूरे ടോക്കിയോ ഷഹറില് ബിജ്ലി की സപ്ലൈ, ബിജ്ലിയുടെ കറണ്ട് കണക്ഷനെയാണ് പറയുക, ബിജ്ലി की സപ്ലൈ ठप पड़ गई, എല്ലാം കട്ടായി പോയിന്ന്. ടവേഴ്സ് എല്ലാം टूट गया, പൊട്ടിപ്പോയി, ടവേഴ്സ് പൊട്ടിപ്പോയി. जिसके कारण शहर का संपर्क बाकी जगह से खत्म हो गया. അത് കാരണം ഷഹർ का संपर्क, ആ നാട്ടിലെ ആൾക്കാർക്ക് വേറെ ആൾക്കാരോട്, ബാക്കി ജഗ സെ ഖത്തം ഹോ ഗയ, വേറെ ആൾക്കാരോട് കണക്ഷൻ കിട്ടില്ല എന്ന് പറയും. इस भूकंप की तीव्रता റിക്ടർ पैमाने पर 7.1 മാപ്പി जाती है. അപ്പോ ഈ ഭൂകമ്പിന്റെ, ഈ എർത്ത് ഇത് എർത്ത് തീവ്രത എത്രയും തീവ്രമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് വരുന്നത് റിക്ടറിലാണ്. पैमाने पर 7.1 മാപ്പി ഗയി എന്ന് പറയും. 7.1 ആണ് ഇതിന്റെ തീവ്രത എന്ന് പറയും. ജപ്പാൻ മേ പിछले माह भी ഭൂകമ്പം ആയ था. ജപ്പാനിൽ കഴിഞ്ഞ മാസവും
പിछലെ മഹീനെ എന്ന് പറയുമ്പോ കഴിഞ്ഞ മാസം ഭൂകമ്പ് ആയ earthquake വന്നായിരുന്നു പാപ്പ. മമ്മി സെ സുൻ രഹി ഹോ, കേൾക്കുന്നുണ്ടോ ചോദിക്കും ഈ മനുഷ്യൻ. മമ്മി യഹ കബ് ഹുവാ, ഇതെപ്പോ ഉണ്ടായി പാപ്പ? घर में तीन अखबार आते हैं, വീട്ടില് മൂന്ന് ന്യൂസ് പേപ്പർ വരുന്നു. दो हिंदी के, രണ്ട് ഹിന്ദി, ഒരു एक अंग्रेजी के, ഒരു ഇംഗ്ലീഷിന്റെ. तीनों चीख चीख कर सुबह से समाचार सुना रहे, लेकिन आप है कहाँ? तीनों ന്യൂസ് പേപ്പർ എല്ലാം ചീക്ക് ചിക്കർ എന്ന് പറയുമ്പോ ചീഖന എന്ന് പറയുമ്പോ ഓളിട്ട് ഈ ന്യൂസ് പേപ്പർ എല്ലാം ഈ കാര്യം പറയുന്നുണ്ട് സുബഹ് സമാചാർ പത്രം. പക്ഷെ ലെക്കിൻ ആപ് ഹേ കഹാ, പക്ഷെ നിങ്ങൾ എവിടെ? നിങ്ങൾ ഈ സീരിയലിനകത്ത് നോക്കിയിരിക്കുക എന്നുള്ള അർത്ഥത്തില് കമന്റ് ചെയ്യുന്നതാണ്. മമ്മി ചീക്ക് ചീക്ക് കർ സുനാ രഹേ ഹേ മുझे तो एक शब्द भी सुनाई नहीं दिया. അപ്പൊ പറയും എന്നാ പറയുന്നത്, ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഓളിട്ട് പറയും. ചീഖന എന്ന് പറയുമ്പോ ഉറക്കം ഓളിയിടുന്ന തന്നെ പറയുന്നത്. ഓളിട്ട് ഈ ന്യൂസ് പേപ്പർ പറയുവാന്ന് അർത്ഥിക്കാന്ന് നീ കേട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എന്റെ മമ്മി പറയും ചീക്കർ സുനാ രഹേ ഹേ മുझे तो एक शब्द भी नहीं सुना. ഇവരെവിടെ ഓളിട്ട് കേൾപ്പിക്കുന്നത്? എനിക്ക് ഒരു അക്ഷരം കേട്ടില്ലല്ലോ എന്ന് പറയും. മുझे तो, എനിക്ക് ഏക് ശബ്ദ ഭി, ഒരു അക്ഷരം വരെ സുനായി नहीं दिया, കേട്ടില്ല പാപ്പ. सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. അപ്പൊ പറയും സുബഹ് സി ഷാം തക്, രാവിലെ തൊട്ട് രാത്രി വരെ ഈ മനോരഞ്ജൻ ചാനൽ, എന്റർടൈൻമെന്റ് ചാനലിനകത്ത് ഡൂബേ റഹ്നെ വാലോ എന്ന് പറയുമ്പോൾ മുങ്ങി കിടക്കണവർ, 24 മണിക്കൂർ ടി വി എടുക്കണവരെ ആൾക്കാർക്ക് എങ്ങനെയാണ് ലോകോക്കെ ദർദമേ ഡൂബേ ലോകോക്ക, അപ്പൊ ഈ വേദനയിൽ മുങ്ങി കിടക്കുന്ന ആൾക്കാരുടെ ഒച്ചയൊന്നും കേക്കില്ല എന്ന് പറയും. ചീഖെ സുനായി നെഹി ദേത്തി, ഇവർക്ക് അത് കേൾക്കേയില്ല എന്ന് പറയും. ഇങ്ങനെ ടി വി നോക്കിയിരിക്കുന്നവർക്ക്, രസിച്ച് മനോരഞ്ജൻ ചാനൽ, എന്റർടൈൻമെന്റ് ചാനൽ നോക്കിയിരിക്കുന്നവർക്ക് എന്ന് പറയും. രമാജി എന്ന് പറയും കേസെ ബാത്തേ കർത്തേ. അവരമ്മ ചോദിക്കും ഇത് എന്ത് വർത്താനാണ്? ठीक कह रहा हूँ, ശരിയാണ് ഞാൻ പറയുന്നത്. ഹാസെ ഇഷാര കർക്കെ, कईयों जूड़ी इतने मोटे मोटे अक्षरों में हेड न्यूज छपी है, सभी अखबारों में आंख उठाकर कभी देखती हो अखबार की ओर? और इतने मोटे मोटे अक्षरों में, ഇത്രയും വലിയ ഹെഡ്ലൈൻസ് വലുതായിട്ടാണല്ലോ എഴുതുന്നത്. മോട്ടെ അക്ഷരോ മേ ഹെഡ് ന്യൂസ് छपी है, ഇത്രയും വലിയ കാര്യത്തില് ഹെഡ് ന്യൂസ് അങ്ങനെ പതിപ്പിച്ച് അതിനകത്ത് ന്യൂസ് പേപ്പറിനകത്ത് ഇരിക്കുന്നുണ്ട്. സഭി അഖബാറോ, എല്ലാ ന്യൂസ് പേപ്പറിനകത്തും. സഭി എന്ന് പറയുമ്പോ എല്ലാ അഖബാറോ മേ, ന്യൂസ് പേപ്പറിനകത്ത്. ആഖ് ഉഠാക്കർ, കണ്ണ് പൊക്കി, കഭി ദേഖ്തി ഹോ അഖബാർ की ओर, എപ്പോഴെങ്കിലും നോക്കാറുണ്ടോ ഈ ന്യൂസ് പേപ്പറിനോട്ട് എന്ന് പറയും. മമ്മി घर के काम काज से फुर्सत मिले तभी तो कोई अखबार देखे पढ़े. അപ്പൊ പറയും घर के, വീട്ടിലെ കാംകാജ്, വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഫുർസത്ത് മിലെ, സമയം കിട്ടിയാലല്ലേ തബി तो कोई अखबार देखे पढ़े, അപ്പോഴല്ലേ ഈ ന്യൂസ് പേപ്പർ വായിക്കാനും നോക്കാനും സമയം കിട്ടിയാലല്ലേ നോക്കുക എന്ന് പറയും. വീട്ടിലെ പണി കഴിഞ്ഞിട്ട് സമയമില്ല എന്നർത്ഥം. പാപ്പ ठीक कहती हो, ശരിയാ നിങ്ങൾ പറയണേ. ഉൾട്ടെ സീധേ സീരിയൽ तो तुम जैसे घर के काम करते करते देखते रहती हो. ഉൾട്ടെ സീധേ സീരിയലും എല്ലാ പൊട്ട സീരിയലും നടത്തത്തില്ല പറയണം ഒക്കെ തും ജैसे घर के काम करते करते देखते रहती हो. അപ്പൊ പറയും സീരിയലൊക്കെ നീ തും ജैसे घर के काम, വീട്ടിലെ പണി ചെയ്തോ കറത്തെ അതെ വീട്ടിലെ പണി ചെയ്തോണ്ടിരിക്കുമ്പോഴാണല്ലോ നീ ബാക്കി സീരിയലൊക്കെ കാണണേന്ന് അർത്ഥത്തിൽ കമന്റ് ചെയ്യും. കാരണം പുള്ളിക്കാരി ഇത് സോഫയുടെ മുമ്പിൽ ഇരുന്ന് കാണുവാണ്. മമ്മി ബസ് काम काज में चाहे जितना खटे, मनोरंजन के आसपास ना फटक जाए घर की औरत. അപ്പൊ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നിട്ട് പറയും കാം കാജ് മേ ചാഹെ ജിത്തന ഖട്ടെ, പണിയെടുത്ത് എത്ര ചത്താലും മനോരഞ്ജൻ കെ ആസ്പാസ് നാ ഫട്ടക് ജായേ घर की औरत. അപ്പൊ മനോരഞ്ജൻ, ഒരു എന്റർടൈൻമെന്റ് അടുത്ത്, ആസ്പാസ് എന്ന് പറയുമ്പോ അടുത്ത് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ കാണാൻ പാടില്ലല്ലോ പെണ്ണുങ്ങളെ എന്ന് പറയും. पापा പറയും रमा तुम मेरी बात को गलत समझ रही हो, तुम मेरी बात को നീ എന്റെ കാര്യം തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നേ. मेरे कहने का मतलब है, ഞാൻ പറയണേന്റെ അർത്ഥം, मतलब എന്ന് പറയുന്ന അർത്ഥം ये है कि ना तो घर के कामकाज में और ना ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हमें अपने आसपास के लोगों के दुख दर्द देखने ही पाए. അപ്പൊ പറയും അത് घर के कामकाज, ना तो घर के कामकाज വീട്ടിലെ പണികളിലോ അതോ ना ही अपने मनोरंजन, അതോ നമ്മുടെ എന്റർടൈൻമെന്റ്, അതോ ഹമേ ഇസ് കദർ ഡൂബ് ജാനാ ചാഹിയെ, ഈ തരത്തിൽ നമുക്ക് ഒരിക്കലും മുങ്ങി പോകാൻ പാടില്ല. നമുക്ക്
നമ്മുടെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന ആസ്പാസ് ലോകമൊക്കെ അപ്പുറത്തെ ആൾക്കാരെ ദുഃഖവും വേദനയും നമ്മൾ അറിയാതിരിക്കുന്ന പോലെ നമ്മൾ ഒരു കാര്യത്തിലും മുങ്ങിപ്പോകരുത്. അപ്പൊ ചുറ്റോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരർത്ഥത്തില പറയുന്നത്. മമ്മി ഐ ആം സോറി എന്ന് പറയും. പാപ്പ ജപ്പാൻ में आज सुबह सैकड़ों लोग मौत के मुंह समा गए. ജപ്പാനില് ഇന്ന് രാവിലെ സൈക്കഡോ ലോഗ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാര് മോത്ത് കെ മുഹ് മേ സമാ ഗए മരിച്ചുപോയി എന്ന് പറയും. മോത്ത് കെ മുഹ് മേ സമാന മീൻസ് അതൊരു പ്രൊവർബ് പോലെയാണ് മർജാന. മോത്ത് കെ മുഹ് മേ സമാന മർജാന. സൈക്കഡോ ലോഗ് ലാപത്ത ഹെ, എത്ര പേരെ കാണാനില്ല. സൈക്കഡോ ലോഗ് ലാപത്ത ഹെ, അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാനില്ല. ജാൻ ഓർ മാൽ ദോനോ കാ നുക്സാൻ ഹെ, മനുഷ്യന്റെയും കാശും. ജാൻ ഓർ മാൽ എന്ന് പറയുമ്പോൾ മനുഷ്യനും കാശും രണ്ടും കുറെ നഷ്ടങ്ങൾ വന്നു. മാനാക്കി ജപ്പാൻ एक दूसरा देश है लेकिन है तो सब मनुष्य है. मान लिया, നമുക്ക് മനസ്സിലാക്കാൻ ജപ്പാൻ വേറെ ഒരു കൺട്രിയാണ്. ദേശം എന്ന് പറയുമ്പോൾ കൺട്രിയാണ്. പക്ഷേ ലെക്കിൻ എന്ന് പറയുമ്പോ പക്ഷേ ഹേ തോ സബ് മനുഷ്യൻ, എല്ലാം മനുഷ്യർ തന്നെയല്ലേ ചോദിക്കും. മമ്മി ठीक कहते हो, നിങ്ങൾ പറയുന്നത് ശരിയാണ്. मुझे अपने मनोरंजन तक की कभी भी सीमित नहीं रहना चाहिए था. ठीक कहते हो, നിങ്ങൾ ശരിയാണ് പറയുന്നത്. എനിക്ക് ഈ മനോരഞ്ജനം മാത്രം നോക്കിയിരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാം. അത് കഭി ബി സീമിത് നഹി രഹനാ ചെയ്യ, അത് വരുത്താൻ ലിമിറ്റേഷൻ. സീമിത് എന്ന് പറയുമ്പോൾ അത്രയും ലിമിറ്റഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല, ബാക്കിയും കാര്യങ്ങൾ അറിയണം എന്ന് പറയും. പാപ്പ സിർഫ് തുമേ നഹി ദർശക് കി ഓർ സെ ഇഷാര കർത്തെ ഹം സബ്കോ എന്ന് പറയും. നിനക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എന്ന് പറയും. അപ്പൊ बताए मंजन में आप किसकी भूमिका अदा कर रहे हैं, क्यों कर रहे हैं. अപ്പൊ ഇത് आंखें देखिए रिपोर्ट प्रस्तुत करते हो. मान ले आप संवाददाता हैं, टीवी के समाचार के लिए भूचाल से संबंध आंखों देखिए रिपोर्ट प्रस्तुत करे. അപ്പോ ഇതൊക്കെ ഹോംവർക്ക് ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു, മനസ്സിലായി കാണുന്നു. ഇതൊരു രസകരമായ ഒരു ഏകാംകിയായിരുന്നു, മനസ്സിലാക്കുന്ന ഒരു സീനായിരുന്നു. നമുക്ക് ടി വി കാണുമ്പോൾ വേറെയും പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ വേണം, ന്യൂസ് കേൾക്കണം, നമ്മുടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ജറൂരി ഖുറാക്ക് മീനിങ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ചുമ്മാ സീരിയൽ കണ്ടല്ല ടോം ആൻഡ് ജെറി മാത്രം കണ്ട് ഇരിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും ദുഃഖം സന്തോഷം എല്ലാം അറിഞ്ഞിരിക്കണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു കാണുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.